ഹേമ റിപ്പോർട്ടിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ അടക്കം പറയുന്നത്. നമുക്ക് ഇപ്പോൾ VP ദുൽകിഫിൽ ചേരുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ശ്രീ ദുൽകിഫിൽ, നമുക്കറിയാം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ സിനിമാ മേഖലയ്ക്കെതിരെ, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയ്ക്കെതിരെ ഉയരുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പം മുൻപ് പറഞ്ഞൊരു കാര്യം, അതായത് സർക്കാരിന്റെ ഭാഗത്ത് ക്രിമിനൽ കുറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 4.5 വർഷത്തോളം ഈ റിപ്പോർട്ടിന്മേൽ അവർ അടയിരുന്നു എന്നുള്ളൊരു വാക്ക് അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പരാതിയും ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയമായിട്ടുള്ള ഒരു രീതിയിലാണ് പെരുമാറ്റം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? പ്രിയപ്പെട്ട പ്രതിപക്ഷ ആരോപണം അത് വസ്തുതക്ക് നിരക്കുന്ന തരത്തിലുള്ള ആരോപണം തന്നെയാണ്. അത് മലയാളികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. ഞാൻ ഇതിന് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇതിന്റെ അന്വേഷണം നടത്തിയ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത്രയും വലിയ മാഫിയകൾക്കെതിരായിട്ട് കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും അത് റിപ്പോർട്ടാക്കി LDF ഗവൺമെന്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് അവർ ചെയ്തത്. അവരെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യമായി നിറവേറ്റു. ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെടുകയും അന്നത്തെ എക്കാലത്തെയും കേരളത്തിലെ പൊതുപ്രവർത്തകന്മാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന PT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇടപെട്ടിട്ടാണ് ആ സമയത്ത് ഇങ്ങനെയൊരു കമ്മിറ്റി വെക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അന്ന് അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് സാധാരണ ഈ കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ടിൽ ഒരു വിഷയമായി അത് അവിടെ അവസാനിക്കുമായിരുന്നു. ഞാൻ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. 4.5 വർഷക്കാലമാണ് ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ നിരന്തരമായി പീഡിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും ഗൗരവമായ കാര്യം. അത് മാത്രമല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള അത്ഭുതത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് ഞങ്ങളൊക്കെ വായിച്ചത്. എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ വഴങ്ങാത്ത സ്ത്രീകളുടെ റൂമിലേക്ക് വാതിൽ അടിച്ച് പൊളിച്ച് അടക്കം ഈ പറയുന്ന മാഫിയ സംഘം സംവിധാനം ചെയ്യുന്ന ആളുകളൊക്കെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമാണ്. റിപ്പോർട്ട് കിട്ടിയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് 4.5 വർഷക്കാലം ഇതിൽ അടയിരുന്നു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇതിനെ കേരളീയ പൊതുസമൂഹം ആ രീതിയിൽ കണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കണം, കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി പരാതി ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ആരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ആവശ്യമില്ല. കാരണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പ്രിയപ്പെട്ട അഭിനവ് DGPക്കും വനിതാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ ദുൽകിഫിൽ, അപ്പോഴും ഒരു കാര്യം നിൽക്കുന്നത്, അതായത് പോലീസിന്റെ ഭാഷ്യം അത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, എവിടെ വെച്ച് സംഭവം നടന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഒഴിഞ്ഞു മാറാന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം പോലീസ് എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ അതിന്റെ ഉറവിടം കേസെടുക്കാൻ ഒരു പ്രതിഷേധമുണ്ട് എന്ന് അറിഞ്ഞാൽ അതിനെ പ്രതിഷേധിക്കുന്ന ആളുകളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനും വാതിലടിച്ച് പൊളിക്കാനും പോലീസിന് ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല.
അങ്ങനെയുള്ള ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാദങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷെ പോലീസിനെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷം നിറവേറ്റും, കേരളത്തിലെ പൊതുസമൂഹം നിറവേറ്റും, കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ ഉൾപ്പെടെ ജാഗരൂകരായാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ചൂഷണത്തിനെതിരായിട്ടുള്ള കോടതികൾ നടന്നാൽ മാത്രമേ ഇത് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇതൊരു വലിയ ലോബിയാണ്. നമുക്കറിയാം, കേരളത്തിലെ സിനിമ മേഖല എന്ന് പറയുന്നത് പല രാഷ്ട്രീയ ബന്ധങ്ങളുമുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന കക്ഷികൾക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ടാവും, സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാവും, മറ്റു താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നടപടി സ്വീകരിച്ചു പോവുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് നമ്മൾ ഏറ്റെടുത്ത് മതിയാവും. അത് കേരളീയ പൊതുസമൂഹം ഒറ്റ ഏറ്റെടുക്കേണ്ടതാണ്. തീർച്ചയായും ദുൽകിഫിൽ, എന്തായാലും മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ഇതിന്റെ മേലൊരു കേസോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു പരാതിയുടെ ആവശ്യമില്ല. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള മൊഴികളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ് ഇതിൽ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ നടന്നിട്ടും അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ് ശ്രീ ദുൽകിഫിൽ. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഈ കോടതിയിലേക്ക് വ്യക്തികൾ എത്തുകയാണെങ്കിൽ ആ പക്ഷം നമ്മൾ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി അടുത്തൊരു ഘട്ടം യൂത്ത് കോൺഗ്രസിന്റേത് ആ ഒരു രീതിയിലേക്ക് നീങ്ങാൻ സാഹചര്യങ്ങളുണ്ടോ? സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കാണ് അതിന്റെ ചുമതല സംസ്ഥാന കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോ പരാതിയിൽ കേസെടുക്കാതെ പോകും, സ്വാഭാവികമായും ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകും, കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവിടെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസ് നിങ്ങളിലേക്ക് പോയാൽ ഞങ്ങൾ കേസെടുത്തോളാം എന്ന് പറയുന്ന വാദം, ആ വാദം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. ഇത്തരം വിഷയങ്ങൾ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വലിയ നിയമങ്ങൾ, ജീവപര്യന്തം ഉൾപ്പെടെ വധശിക്ഷ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇത്രയും വലിയ പീഡനങ്ങൾ നടന്നത്. ഇങ്ങനെ ഒരു സമീപനം പോലീസ് സ്വീകരിക്കുന്നു എങ്കിൽ പോലീസും ഭരണകൂടവും ആഭ്യന്തര വകുപ്പും എത്രമാത്രം ഇത്തരം വിഷയം ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു റിപ്പോർട്ടും അതിനോട് പോലീസ് സ്വീകരിക്കുന്ന സമീപനവും. ഇതിപ്പോ സിനിമ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരെ ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ദുരനുഭവം, പീഡനങ്ങളുടെയും കഥകൾ നമുക്ക് ഓരോ ദിവസവും അറിയുന്നതാണ്. ആ വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ദുർബലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നത്. അപ്പോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമാണ് ഇവിടെ കാണുന്നത്. ആ പരാജയം തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോലീസ് പിന്മാറണമെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഞങ്ങൾ മറ്റു പല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു നിയമ നടപടി കൂടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോലീസ് അകാരണമായി വൈകിപ്പിക്കുന്ന കേസുകളിൽ പോലീസിനെതിരെയും കൂടി നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് സമീപിക്കും. അവിടെ പ്രതികളെ മാത്രമല്ല സംരക്ഷിക്കുക, പ്രതികളെ പിടികൂടുന്നതോടൊപ്പം തന്നെ പ്രതികളെ പൊതുസമൂഹത്തിന്റെ മുമ്പിലും നിയമത്തിന് മുമ്പിലും കൊണ്ടുവരുത്തും ഒരു കൂട്ടു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പോലീസിന് ഇങ്ങനെ വളരെ ലാഘവത്തോടുകൂടി
മാറി നിൽക്കുവാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കാനുമുള്ള ഒരു ആത്മധൈര്യം കിട്ടുന്നത്. അപ്പൊ ആ ആത്മധൈര്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടി ഇതിൽ അനിവാര്യമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ശരി, ശ്രീ ദുൽകിഫിൽ, എന്തായാലും താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി